പന്തളത്ത് ഭക്ഷ്യവകുപ്പും ആരോഗ്യവകുപ്പും ചേർന്ന് നടത്തിയ പരിശോധനയിൽ പുറത്തുവന്ന കാഴ്ചകൾ പ്രദേശവാസികളെയും അധികാരികളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. കടക്കാട്ടിലെ ചില ഹോട്ടലുകളിൽ ഭക്ഷണം തയ്യാറാക്കുന്ന മുറികളുടെ അവസ്ഥ മനുഷ്യർക്ക് ഭക്ഷണം നൽകുന്ന സ്ഥലമല്ല, മറിച്ച് മാലിന്യ കൂമ്പാരം തന്നെയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു. ഒരു ഹോട്ടലിൽ ഭക്ഷണത്തിനായി ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ കക്കൂസിനുള്ളിൽ സൂക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. പാകം ചെയ്യേണ്ട ചിക്കൻ വരെ ക്ലോസറ്റിന്റെ മുകളിൽ വെച്ച് കഴുകുന്നതായി പരിശോധനാ സംഘത്തിന് വ്യക്തമായി. അതിനോടൊപ്പം ഹോട്ടൽ ചുറ്റുപാടുകളും അടുക്കളയും മുഴുവനും കടുത്ത ദുർഗന്ധം നിറഞ്ഞതായും വൃത്തിയെന്നതിനോട് ഒരു ബന്ധവുമില്ലാത്ത അവസ്ഥയാണെന്നും അധികൃതർ വ്യക്തമാക്കി. ഞാൻ ഡോക്ടർ ഹരികുമാർ, പൊതുജനാരോഗ്യ ഓഫീസറാണ് പന്തളം കുടുംബാരോഗ്യ കേന്ദ്രം. നമ്മൾ ഇവിടെ 3 അതിഥി തൊഴിലാളി പാർപ്പിട കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച നമ്മൾ 6 ഹോട്ടലുകൾക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ടായിരുന്നു. മാലിന്യ നിക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടപ്പം അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൃത്തിഹീനമായ സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം കൃത്യമായിട്ട് കർശനമായിട്ട് നോട്ടീസ് മുഖേന നൽകിയിട്ടുണ്ട്. ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. അപ്പം ഒരു കെട്ടിടത്തിന് ഉടമയ്ക്കെതിരെ നമ്മൾ ഇന്ന് ഒരു കേസ് പൊതുജനാരോഗ്യ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗത്തോട് ചേർന്ന് പരിശോധന നടത്തിയിൽ 6 ഹോട്ടലുകൾക്ക് നമ്മൾ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. കക്കൂസിലടക്കം വെച്ച് ഭക്ഷണം പാചകം ചെയ്യുന്ന സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ ഭക്ഷണങ്ങൾ മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തിട്ടുണ്ട്. പന്തളം മുനിസിപ്പാലിറ്റിയിലെ ഹെൽത്ത് സൂപ്പർവൈസറായ എനിക്ക് ഏകദേശം 10:30 മണിയോടുകൂടി ബഹുമാനപ്പെട്ട സെക്രട്ടറി വാട്സാപ്പ് ഈ പരാതിയെക്കുറിച്ചുള്ള സന്ദേശം ലഭ്യമായതിൻ്റെ ഭാഗമായിട്ട് ഇലക്ഷൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഞാനും എൻ്റെ HIമാരും കൂടെ ചേർന്ന് സംയുക്തമായിട്ട് പരിശോധന നടത്തുകയും അതിൽ 3 കടകൾ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതായിട്ട് ബോധ്യപ്പെടുകയും 3 സ്ഥാപനങ്ങളെ ഞങ്ങൾ പരിശോധിക്കുകയും പഴകിയ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളതുമാണ്. വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആണ് ഈ 3 സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. 3 സ്ഥാപനങ്ങളും അന്യസംസ്ഥാന തൊഴിലാളികളുടേതാണെന്ന് ബോധ്യമായിട്ടുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഈ ഹോട്ടലുകൾ നടത്തുന്ന പ്രധാനപ്പെട്ടവർ. പലരും കെട്ടിട ഉടമകളുടെ ബിനാമികൾ എന്ന രീതിയിലാണ് പ്രവർത്തിച്ചതെന്നാണ് വിവരം. അതിൽ കൂടുതലായി ആശങ്കപ്പെടുത്തിയത് 1.5 ആഴ്ച മുമ്പ് തന്നെ ആരോഗ്യവകുപ്പ് പൂട്ടിയ ഹോട്ടലുകളാണ് വൈകുന്നേരങ്ങളിൽ വീണ്ടും രഹസ്യമായി തുറന്ന് പ്രവർത്തിച്ചിരുന്നത്. തോന്നല്ലൂർ സാബു ബിൽഡിംഗിൽ ബംഗാൾ സ്വദേശികളായ തജ്മിര ഖത്തൂൻ, SK സുകുമാർ, ഡെലിവർ ഹുസൈൻ എന്നിവർ ചേർന്നാണ് ഹോട്ടൽ നടത്തി വന്നത്. ഹോട്ടലിലേക്ക് കയറുന്ന നിമിഷം തന്നെ ഉണ്ടാകുന്ന ദുർഗന്ധത്തിൽ നിന്ന് തന്നെ ഇവിടെ പാകം ചെയ്യുന്ന ഭക്ഷണം ശുചിത്വമില്ലാത്തതാണെന്ന് വ്യക്തമായിരുന്നു. നിയമലംഘനങ്ങൾ ശക്തമായതിനെ തുടർന്ന് 3 ഹോട്ടലുകൾക്കും 10,000 രൂപ വീതം പിഴ ചുമത്തി. ഇവിടെ നിന്ന് പഴകിയ ചിക്കൻ ഉൾപ്പെടെ ഉപയോഗശൂന്യമല്ലാത്ത ഭക്ഷണ വസ്തുക്കൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. 3 ഹോട്ടലുകൾക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.